ഞാൻ അപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ ഞങ്ങൾ ജോയിൻറ്റ് ഫാമിലിയാണ്. അപ്പോൾ അച്ഛനും അമ്മയും എൻ്റെയും അനിയത്തിയുടെയും ഞങ്ങളെല്ലാവരും സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഒക്കെ കൂടിയിട്ട് ആകെ കണ്ടില്ലേ, ഫുൾ അലമ്പായിട്ട് കിടക്കുകയാണ്. എനിക്ക് പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5-ാം തീയതി മോഡൽ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഐ തിങ്ക് 2-ാം തീയതിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ചധികം പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കണം. അപ്പോൾ എന്താ വെച്ചാൽ ഫസ്റ്റ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വന്നിട്ടേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇത് സ്റ്റഡി ടേബിളാണ്. എന്ന് വെച്ചാൽ അനിയത്തിയുടെയാണ്. ഞാൻ നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ അവിടെയാണ്. പക്ഷേ അവിടെ അമ്മച്ചന് വയ്യാണ്ടായതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതാണ് അവസ്ഥ. ഈ ടേബിളിൻ്റെ അവസ്ഥ ഇതാണ്. ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി വെച്ചാലേ എനിക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഫസ്റ്റ് ജനലൊക്കെ തുറന്നിടാം. ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. എന്നിട്ട് വേണം പഠിക്കാനിരിക്കാൻ വേണ്ടിയിട്ട്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ മോഡലായ കാരണം അത്യാവശ്യം പഠിക്കാനുണ്ട്. കെമിസ്ട്രിയും ബയോളജിയുടെ ഇടയിൽ 2 ദിവസത്തെ ഗ്യാപ്പുള്ളൂ. അപ്പോൾ അതിപ്പോൾ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ട്. എനിക്ക് കഫക്കെട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര എന്താ പറയുക, തൊണ്ട ഇങ്ങനെ കിച്ച് 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 സൗണ്ടൊന്നും റെഡി ആവില്ല. ഇപ്പം ഞാനിവിടെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇപ്പോൾ ഞാനിങ്ങോട്ട് വിരുന്ന് വന്ന പോലത്തെ വരവായ കാരണം, എൻ്റെ വീടാണ്, ബട്ട് ഞാൻ വിരുന്ന് വന്ന പോലത്തെ വരവായ കാരണം ഇവിടെ ഈ ബാഗൊക്കെ എൻ്റെയാണ്. ഇതൊന്നും ഇവിടെ പുറത്തേക്ക് എടുത്ത് വെച്ചില്ല, കാരണം ഞാൻ എന്നാ തിരിച്ചു പോകാമെന്നറിയില്ല. അപ്പോൾ എൻ്റെ ബുക്സും ബാഗൊക്കെ അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞാനത് അവിടെ തന്നെ അങ്ങനെ വെച്ചു. പക്ഷേ ഇവിടെയൊക്കെ ക്ലീനാക്കി, ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ടേബിളും ക്ലീനാക്കി ഒരു ഇതൊക്കെ. പക്ഷെ ഇതൊന്നും മാറ്റാൻ പറ്റില്ല, നമുക്ക് വേറെ സ്പേസല്ലേ ഇതൊന്നും വെക്കാനായിട്ട്. അപ്പോൾ ഞാനത് അവിടെ തന്നെ വെച്ചു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് കോഫിയാണ്. പിന്നെ മാം എനിക്ക് സ്നാക്സൊക്കെ തന്നു. പിന്നെ ഇതിൻ്റെ കോഫി മഗാണ്. പക്ഷേ ഞാൻ ഇതിൽ കോഫി എടുത്തില്ല, കാരണം എനിക്ക് പാലൊഴിച്ച കോഫിയാണ് ഈ ബ്ലാക്ക് കോഫീനൊക്കെ ഇഷ്ടം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിൽ ഞാൻ ചൂടുവെള്ളം എടുത്തു. എനിക്ക് പഠിക്കണേൻ്റെ എനിക്ക് ദാഹിച്ചു കഴിഞ്ഞാൽ കുടിക്കാമല്ലോ. അങ്ങനെ സംഭവം എന്താ വെച്ചാൽ ഞാൻ അമ്മ വീട്ടിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇവിടെ ഞാൻ വല്ലപ്പോഴും വരാറുള്ളൂ. അപ്പോൾ ഇപ്പം അച്ഛന് വയ്യാണ്ട്, അമ്മയുടെ അച്ഛന് വയ്യാണ്ടായ കാരണം ഞങ്ങൾ വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ എല്ലാ സാധനങ്ങളും എൻ്റെ ഫുള്ള് സംഭവമാണ്. എനിക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്ര പഠിക്കാനും പറ്റില്ല, കാരണം എനിക്ക് അവിടുത്തെ ആ അറ്റ്മോസ്ഫിയറായിട്ട് ഞാൻ ഭയങ്കര ഇതാണ്. പക്ഷെ ഇവിടെ എനിക്ക് അങ്ങനെ പറ്റില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ അതല്ലേ സാഹചര്യം, അപ്പോൾ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്നല്ല, ഇവിടെ ഞാൻ ഓക്കെയാണ്. പക്ഷേ എനിക്ക് അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ പഠിക്കാനാണ് കൂടുതൽ കുറച്ചുകൂടി ഇഷ്ടം. അവിടെ പഠിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക, തലയിൽ കയറാം അങ്ങനെ. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് മാമ കാപ്പിയൊക്കെ തന്നു. എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. എന്ന് വെച്ചാൽ ജോയിൻറ്റ് ഫാമിലിയാണ്. ഇവിടെ കുറച്ച് സ്ഥലപരിമിതി ഉണ്ട്, പ്രൈവസി കുറവുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷേ നമുക്കിവിടെ എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ, എൻ്റെ അമ്മയില്ല അച്ഛനില്ല, രണ്ടുപേരും ഗൾഫിലാണ്. എൻ്റെ അച്ഛൻ അവിടെ അമ്മേച്ചനവിടെ ജോലി നോക്കുകയാണ്. അപ്പോൾ ഞാൻ അനിയത്തിയുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങളതിനെ ഫുൾ കെയർ ചെയ്യുന്നത് ഞങ്ങളെ കുട്ടിച്ചൻ്റെ വൈഫാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് മാമ കോഫി ഒക്കെ തന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ കുഴപ്പമില്ലാതെ പോകും. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ എന്താ വെച്ചാൽ കെമിസ്ട്രി പഠിക്കാനുണ്ട്. കെമിസ്ട്രിയിൽ ഹൈഡ്രോ കാർബൺസ് ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, അത് പഠിക്കണം. കാരണം അത് ലാസ്റ്റ് വെച്ചെടുത്ത്, കാരണം റഷായിട്ട് ഒന്നും അറിയത്തില്ല. അപ്പോൾ അതെന്തായാലും പഠിക്കണം.
പിന്നെ ബയോളജി പഠിക്കണം. എന്താ വെച്ചാൽ ഇതിനാണ് ഗ്യാപ്പ് കുറവ്, അതുകൊണ്ട് നമ്മളത് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ ഫിസിക്സിനൊക്കെ നമുക്ക് അത്യാവശ്യം 6 ദിവസത്തെ ഗ്യാപ്പൊക്കെ വരുന്നുണ്ട്, അപ്പോൾ വലിയ പ്രശ്നമില്ല. എനിക്കാണെങ്കിൽ നല്ല കഫക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട്, തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനതുകൊണ്ട് ചൂടുവെള്ളം കൊടുന്ന് വെച്ചു, ഭയങ്കര ചൂടുണ്ട്, ഇത് പിടിക്കാൻ നല്ല ചൂടുണ്ട്. ഞാൻ അറിയാണ്ട് ഈ സെറാമിക്കിൻ്റെ പാത്രത്തിലെ ചൂടുവെള്ളം എടുത്ത്, അതുകൊണ്ട് നല്ല ചൂടുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ പഠിക്കട്ടെ. ഈ വീടൊരു പാടത്തിൻ്റെ പ്രദേശത്താണ്. അപ്പോൾ ഈ വൈകുന്നേരമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ് വ്യൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റൊക്കെ ഇങ്ങനെ വന്ന് അങ്ങനെ സൺകിസ്റ്റ് എസ്തെറ്റിക്, നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും, അങ്ങനത്തെ വൈബാണ്. പക്ഷേ എൻ്റെ ക്യാമറ ഒന്നിനും പോരാ, അതുകൊണ്ട് എനിക്കതൊന്നും ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് കിട്ടുന്നില്ലടാ. അപ്പോൾ ഞാനിങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഉമ്മറത്തൊക്കെ ഇരുന്നു. അപ്പോൾ എനിക്ക് മാമിയില്ലേ ഒരു കുരുല്ലാത്ത ചാമ്പകി കൊടുത്തു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല, അടിപൊളിയായി.